പലർക്കും അറിയില്ല, അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാൻ മടിയും. അതാണ് ഈ ആധാർ അപ്ഡേറ്റിൻ്റെ ഒരു കുഴപ്പം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഇത് കുറച്ച് മടിയുടെ പ്രശ്നമുണ്ട് പലർക്കും. എന്തായാലും അങ്ങനെ മടിച്ചിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധാർ എന്നുള്ള വിഷയത്തിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നമസ്കാരം, ഇത് രഞ്ജിത്താണ്, ഇംപ്ലിമെന്റേഷൻ മാനേജർ, കേരള സ്റ്റേറ്റ് IT മിഷൻ. അപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ സാറിന് അടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിനെ വിളിച്ചത്. ഓക്കെ, നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് 0 to 5 കുട്ടികളുടെ എൻറോൾമെന്റും പിന്നെ മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ്, അതായത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ. അപ്പോൾ ജനിച്ച കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആധാറിന് എൻറോൾമെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 0 to 5 ഏജിൽ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത്, ആധാർ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയോമെട്രിക്സ് എടുക്കുന്നില്ല. ബയോമെട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഐറിസിന്റെ കൃഷ്ണമണി രേഖയുടെ അടയാളമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ 5 വയസ്സിൽ ഈ ബയോമെട്രിക്സ് പുതുക്കേണ്ടതുണ്ട്. അതായത് കുട്ടി 5 വയസ്സ് തികയുന്ന സമയത്ത് കുട്ടിയുടെ ഫിംഗർ പ്രിന്റും പിന്നെ ഐറിസിന്റെ രേഖകളും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15ാമത്തെ വയസ്സിലും നമ്മൾ ഈ രേഖകൾ പുതുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ വിരലടയാളം എല്ലാം ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ 5 വയസ്സിലെടുത്തത്. അപ്പോൾ അതുകൊണ്ട് 15ൽ നമ്മൾ ഒന്നും കൂടി ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പൊതുവേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ സാർ? കൃത്യമായിട്ട് കുറച്ചെല്ലാം ആളുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ പോയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ റേഷന്റെ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് വെക്കുമ്പോൾ അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴൊക്കെയാണ് ആളുകൾ എടുക്കുന്നത്. നമ്മൾ ഈ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ റേഷൻ കാർഡിൽ ചേർത്ത് കഴിഞ്ഞാൽ റേഷൻ്റെ ഇത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതേപോലെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 5 വയസ്സിലെയോ 15 വയസ്സിലെയോ ബയോമെട്രിക് പുതുക്കിയിട്ടില്ല എങ്കിൽ അപ്പോൾ ഒരു ഇൻവാലിഡ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 5ലും 15ലും നിർബന്ധമായിട്ടും ഈ ബയോമെട്രിക്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ബർത്ത്ഡേ ആവുന്ന സമയത്ത് തന്നെ അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മതിയല്ലോ. 5ാമത്തെയും 10ാമത്തെയും വയസ്സാവുന്ന സമയത്ത് ഉടനെ ഇത് ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യമൊന്നും എല്ലാ പാരന്റ്സും മനസ്സിൽ വെക്കേണ്ടതാണല്ലേ? അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 വയസ്സിൽ ചെയ്യേണ്ട ബയോമെട്രിക് അപ്ഡേറ്റ് നമുക്ക് 7 വയസ്സിനുള്ളിൽ വരെ ചെയ്യാം, ഫ്രീ ആയിട്ട്. ഇത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അക്ഷയ സെന്ററിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആധാർ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 15 വയസ്സിൽ ചെയ്യേണ്ട അപ്ഡേറ്റ് 17 വയസ്സിൽ